നമസ്കാരം, വിനയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ചെറിയ ഉരുളക്കിഴങ്ങാണ്. ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് നടുവേ ഒന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു പീസ് എടുത്താൽ മതി കേട്ടോ. അപ്പം ഈ ഒരു പീസ് എടുത്തിട്ട് കത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് വരഞ്ഞു കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കാലൊക്കെ വിണ്ട് കീറുന്നത് അല്ലേ, പലരെയും അലട്ടുന്നൊരു വലിയൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് വീട്ടമ്മമാരെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രശ്നം ബാധിക്കുന്നത്. മിക്ക വീട്ടമ്മമാരുടെയും കാലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ അവർക്കതൊന്നും കെയർ ചെയ്യാൻ സമയമില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഈ ഉരുളക്കിഴങ്ങിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല ഓർഗാനിക് ആയിട്ടൊക്കെ ഉള്ള നല്ല മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മഞ്ഞൾപ്പൊടി നല്ലപോലെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഉരുളക്കിഴങ്ങിൽ. അതിനുശേഷം ഇതേണ്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമ്മുടെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ആ ഒരു കാലിലേക്ക് ഇത് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക കേട്ടോ. നല്ലപോലെ അങ്ങ് ഉരച്ചു കൊടുക്കുക. ഇതിപ്പം അവിടെ ഇവിടെ എല്ലാം മൊത്തത്തിൽ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു കാലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം വേണ്ട ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് തുടച്ചൊന്ന് മാറ്റുന്നുണ്ട്. ആദ്യമേ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുകൊണ്ട് ആ ഒരു ഡസ്കിനൊക്കെ ഉണ്ടായിരുന്നൊക്കെ നന്നായിട്ട് തന്നെ റിമൂവ് ആയി പോയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് തേച്ച് കഴുകി ഉണക്കി എടുക്കാം കേട്ടോ കാല്. ഇങ്ങനെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കാലിൻ്റെ ഡ്രൈ സ്കിന്നൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ കുറച്ച് ലിക്വിഡ് പാരഫിനും റോസ് വാട്ടറും കൂടി എടുക്കുക കേട്ടോ. ഇതുപോലൊരു സ്പ്രേ ബോട്ടിലാണ് ഞാൻ എടുക്കുന്നത്. രണ്ടും കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ കാലിൽ ഒന്ന് സ്പ്രേ ചെയ്യുക. ഇപ്പം കാലൊക്കെ വിണ്ട് കീറുന്നവർക്ക് ഒത്തിരി പ്രയോജനമുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത്. ഒരാഴ്ച നിങ്ങൾ ഇതൊന്ന് അടുപ്പിച്ച് ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് കടക്കാം. ഇനി രണ്ടാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സോപ്പ് പൊടി എടുക്കുന്നുണ്ട്. എന്നിട്ട് 1 സ്പൂൺ ഉപ്പുപൊടിയും 1 സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇത് കുറച്ച് പോയ നാരങ്ങയാണ്, കുറച്ച് വാടിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ല നാരങ്ങ ഒന്നും ഇതിലേക്ക് വേണമെന്നില്ല. അപ്പോൾ ഇതാ ഞാൻ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കണ്ടത് പൊങ്ങി വരുന്നത് കണ്ടോ, ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും. ഒരു കെമിക്കൽ റിയാക്ഷനാണിത്. നല്ലപോലെ നമ്മൾക്ക് ഈ ഒരു കൂട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതെടുക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ബാത്റൂമും ടൈൽസും പൈപ്പും ഒക്കെ നമുക്ക് അനായാസം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒത്തിരി അങ്ങോട്ട് ഉരച്ച് തേച്ച് കഴുകുകയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലൗസ് എടുത്തിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് ഗ്ലൗസാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് വേണ്ട സോക്സ്, ഒരു പഴയ സോക്സ് എടുക്കുക. എന്നിട്ട് അത് ഇതുപോലൊന്ന് കയ്യിലൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ലൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു റബ്ബർ ബാൻഡും കൂടി ഇട്ടൊന്ന് ടൈറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ലോഷൻ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കയ്യിലൊന്നും ഒരു അഴുക്കൊന്നും പറ്റത്തില്ല കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കൈവച്ചിട്ട് തന്നെ ഒന്ന് തൂത്തൊന്ന് കൊടുക്കുമ്പോൾ തന്നെ ആ ചെളിയെല്ലാം അഴുക്കുകളെല്ലാം തന്നെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ടോയ്ലറ്റ്, ബാത്റൂം, ടൈല്, പൈപ്പ് എല്ലാം ഇങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഈ രീതിക്ക് നിങ്ങളിപ്പം ഡെയിലി ക്ലീൻ ചെയ്യുന്ന സമയത്ത് ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ ഈ രീതിക്കൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒത്തിരി ഈസി ആയിട്ട് തോന്നുന്നതായിരിക്കും. ക്ലീനിങ് ഒന്നും ഒരു മടുപ്പേ ഉണ്ടാവത്തില്ല. അപ്പോൾ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ തക്കാളി നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ വെള്ളം ഒന്നും എടുക്കണ്ട. ഈ ഒരു തൈരും തക്കാളിയും മാത്രം നമുക്ക് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇതേ ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ തലയിൽ താരൻ വരുന്നത് പലവിധമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കാറുണ്ടല്ലേ. ചൊറിച്ചിൽ, മുടി കൊഴിച്ചിൽ, പിന്നെ കുരുക്കൾ പോലൊക്കെ വന്നു പൊട്ടുക. അപ്പം ഇതൊക്കെ താരൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ നമ്മുടെ മുടിയിൽ ഈർപ്പം ഉള്ളത് കൊണ്ടാണ് താരൻ ഉണ്ടാകുന്നത്. വൃത്തിയില്ലായ്മയാണ് താരൻ്റെ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് താരൻ ഇല്ലാതാക്കാനായിട്ടുള്ളൊരു കിടിലൻ സൂത്രമാണ് ഞാനിന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്.
നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ തൈര് തക്കാളി മിക്സ് നമുക്ക് തലയോട്ടിയിൽ നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കണം. നന്നായിട്ട് എന്നിട്ടൊന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ടൊരു 10-20 മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം നിങ്ങൾക്കിത് ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകി കളയാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ഒരാഴ്ചയിൽ ഒരു 2 തവണ ചെയ്യുമ്പോൾ തന്നെ പൂർണ്ണമായിട്ടും താരൻ്റെ ശല്യം നിങ്ങളുടെ മുടിയിൽ നിന്നും പോയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ഹോം റെമഡി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം കേട്ടോ. ഇത് ഹെയർ പായ്ക്ക് മാത്രമല്ല കേട്ടോ, നല്ലൊരു ഫേസ് പായ്ക്കും കൂടിയാണ്. നമ്മുടെ മുഖത്തും കയ്യിലും ഒക്കെ ഇതുപോലെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഡെഡ് സ്കിൻ എല്ലാം പോയിട്ടിട്ട് സ്കിന്ന് നല്ല സോഫ്റ്റ് ആകും, നല്ല സ്മൂത്ത് ആകും. അപ്പോൾ ഇതും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വെച്ചിങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വെച്ചിങ്ങ വെച്ചിട്ട് നല്ല കിടിലൻ ഒരു ടിപ്പ് പറഞ്ഞു തരാം. വേറൊന്നുമല്ല, നമുക്ക് ആദ്യം ഇതിൻ്റെ ആ ഒരു വെച്ചിങ്ങ എടുത്ത ഈ ഒരു ക്യാപ്പ് ഭാഗം ഉണ്ടല്ലോ, ഇത് നമുക്കൊന്ന് അടർത്തി മാറ്റാം. ഇത് നമുക്ക് വേണ്ട. എന്നിട്ട് ദേ ഇവിടെ 3-4 കുരുമുളക് ഞാനൊന്ന് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു 3-4 കുരുമുളക് എടുത്ത് ഇതുപോലെ ചെയ്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് ഉരച്ചിട്ട് എടുക്കണം കേട്ടോ. ഇത് തലവേദന മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു മരുന്നാണ്. പണ്ട് കാലത്ത് നമ്മുടെ പൂർവികരൊക്കെ ഇത്രയും മെഡിക്കൽ സയൻസ് ഒന്നും അന്ന് പുരോഗമിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവർ ഇതുപോലുള്ള ഹോം റെമഡികളൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ അരച്ച് നമ്മൾ നെറ്റിയിൽ പുരട്ടുമ്പോൾ നല്ലൊരു തണുപ്പാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ തലവേദന പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് കടക്കാം. മുടിയുടെ ആരോഗ്യം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യവുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ്. മുടി വളരാൻ ആവശ്യമായ പ്രോട്ടീൻ, വൈറ്റമിനുകൾ, ബീറ്റ കരോട്ടീൻ, അമിനോ ആസിഡുകൾ, ബയോട്ടിൻ എന്നിവയെല്ലാം മുരിങ്ങയിലയിലുണ്ട് എന്ന് നമ്മളിൽ എത്ര പേർക്ക് അറിയാം? ഇതിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡ് കോശത്തിൻ്റെ വളർച്ചയ്ക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ബയോട്ടിൻ ആണെങ്കിൽ മുടിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഒത്തിരി ഹെൽപ്പ് ചെയ്യും. സിങ്ക്, വൈറ്റമിൻ എ, അയൺ എന്നിവയും മുടിയുടെ വളർച്ചയെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുരിങ്ങയില വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഹെയർ പാക്ക് ഒന്ന് തയ്യാറാക്കിയിട്ട് നോക്കാം. ഇത് കൊച്ചു കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെയും ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഒരു വിധത്തിലുമുള്ള കെമിക്കലുകൾ ഇതിൽ അടങ്ങിയിട്ടില്ല, യാതൊരു പാർശ്വഫലങ്ങളുമില്ല, ആർക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുരിങ്ങയില തൊടിയിൽ നിന്നും ഫ്രഷായിട്ട് പറിച്ചു കൊണ്ടുവന്നതാണിത്. ഇതെല്ലാം ഒന്ന് നോക്കി ഇതിനകത്ത് അഴുകിലകളും അതുപോലെ പുഴുവോ പ്രാണികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് പേസ്റ്റ് പോലെ ഇട്ട് എടുക്കണം കേട്ടോ. അപ്പം ഞാനിതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അരയ്ക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഇരിപ്പുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് അരച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഇനി ഇതിപ്പോൾ അരയ്ക്കേണ്ടതായ ആവശ്യമൊന്നുമില്ല, അത്രയ്ക്ക് നല്ല ഫൈനായിട്ടാണ് നമ്മളിത് അരച്ചെടുത്തിരിക്കുന്നത്. തരികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവത്തിലില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഹെയർ പായ്ക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അതിലേക്ക് വേറെ ഒന്നും ചേർത്തിട്ടില്ല, മുരിങ്ങയിലയും വെള്ളവും മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും ഇത് നല്ല സൂപ്പറാണ് കേട്ടോ. ഇത് നമ്മൾ ഇതുപോലെ മുടി ഇഴകളിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. തലയോട്ടിയിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ടൊന്ന് മസാജും കൂടി ചെയ്യണം. നല്ലതുപോലെ മസാജ് ചെയ്ത് ഒരു അരമണിക്കൂർ ഇതിങ്ങനെ വെച്ചിരിക്കുക. അതിനുശേഷം നമ്മളൊരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചോ അതല്ലെങ്കിൽ താളിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്ത് ഉണക്കിയെടുക്കുക. ഇത് ആഴ്ചയിൽ 2 തവണയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളൊരു 4 ആഴ്ച ചെയ്യുമ്പം തന്നെ നിങ്ങളുടെ ആ ഒരു മുടിയുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. മുടി സംരക്ഷണത്തിന് നമ്മൾ എത്ര കെമിക്കലുകളുടെ പുറകെ പോയി എത്ര കാശ് മുടക്കി എന്ന് പറഞ്ഞാലും നമ്മൾ ഈ നാച്ചുറലായിട്ട് ചെയ്യുന്നതിൻ്റെ അത്രയൊന്നും വരത്തില്ല. നമ്മൾ കെമിക്കലുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ നമ്മുടെ മുടിയെ തന്നെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ മുടി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രകൃതിയിലേക്കൊന്ന് മടങ്ങി പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ കഴുകി ഉണക്കി എടുത്ത എൻ്റെ മോളുടെ മുടിയാണ് ഇത്. അപ്പോൾ ഇതുപോലെ മുടി നല്ല തിക്കായിട്ട് വളരും കേട്ടോ, തിക്കായിട്ട് വളരും. ഒരുപാട് കുഞ്ഞായതുകൊണ്ടാണ് അത് അധികം നീളമില്ലാത്തത്, എന്നാലും മുടിക്ക് നല്ല കട്ടിയാണ്. അപ്പോൾ നല്ല തിക്കായിട്ട് മുടി വളരാനായിട്ട് ഈ ഒരു ഹെയർ പായ്ക്ക് നിങ്ങളൊന്ന് ശീലമാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.